ചിലിന് വിവിധ സേനാ വിഭാഗങ്ങളെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയായിരുന്നല്ലോ ഈ വോളണ്ടിയർമാർ എന്നുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, സന്നദ്ധ സംഘടനകളുടെ, യുവജന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പ്രതിനിധികൾ, സംഘങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ അതിനിടെ ക്യാമ്പുകളിൽ കഴിയുന്നവർ ചില പരാതികളൊക്കെ പറഞ്ഞിരുന്നു. അവിടെ മോഷണം നടക്കുന്നുണ്ട്, അടച്ചിട്ട റൂമുകൾ, അതായത് വലിയ തോതിൽ ഈ പ്രളയം ബാധിക്കാത്ത വീടുകൾ ഉൾപ്പെടെയൊക്കെ കുത്തി തുറന്ന് മോഷണം നടത്തുന്നു എന്നൊക്കെ. അതിനുശേഷമാണ് എന്ന് തോന്നുന്നു കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി സംഘങ്ങളെ കൃത്യമായി പരിശോധിച്ച് അതിനൊരു ലീഡർ ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ലിമിറ്റഡ് ആയ ആളുകളെ മാത്രമാണ് ഈ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. അതിപ്പോഴും അങ്ങനെ തന്നെയാണോ? ഈ എത്രത്തോളം ആളുകളെ, വോളണ്ടിയർമാരെ അകത്തേക്ക് ഇപ്പോൾ മിഥുൻ നിൽക്കുന്നത് ആ ബെയിലി പാലത്തിലാണല്ലോ, അവിടെ നിന്ന് ആണല്ലോ കടന്നു പോകേണ്ടത്, അവിടെ നിന്ന് പ്രവേശിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എപ്രകാരമാണ്? 7 ദിവസം വരെ കൃത്യമായി എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള വോളണ്ടിയർമാരെ പൂർണ്ണമായും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ 8ാം ദിവസം മുതൽ ഈ ഒരു രീതി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ കുറച്ച് വോളണ്ടിയർമാർ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം DYFIയുടെയും ഒപ്പം തന്നെ യൂത്ത് കെയറിന്റെയും ഒപ്പം തന്നെ SKSFിന്റെയും മാത്രം പ്രതിനിധികളെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. അതും നിജപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുക്കം പേരെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അതിൽ ഓരോ ടീമിനെയും നയിക്കുന്നതിന് വേണ്ടി ഓരോ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒരു സംഘമുണ്ടാകും, അവർക്കൊപ്പം ഒപ്പം തന്നെ പോലീസിന്റെ ഒരു സംഘമുണ്ടാകും, ഈ വനം വകുപ്പിന്റെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ ഒരു സംഘത്തിലുണ്ടാകും, സേനാ വിഭാഗങ്ങളുടെ അംഗങ്ങളും ആ ഒരു സംഘത്തിലുണ്ടാകും. അങ്ങനെ ഓരോ ടീമായി തിരിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ വ്യാപകമായ മോഷണം നടക്കുന്നു എന്നുള്ള പരാതികളുണ്ടായിരുന്നു, അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാത്രി സമയത്താണ് ഈ വ്യാപകമായിട്ടുള്ള മോഷണ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ 24/7 കൃത്യമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുകൾ ഭാഗങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ രാത്രി വരെ, അതായത് 24 മണിക്കൂറും കേന്ദ്രീകരിച്ച് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ പോലീസ് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നവും ഇനി ഉണ്ടാകില്ല എന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മളിൽ കാണുന്ന ഈ പ്രദേശത്ത് നിരവധി വീടുകൾ, ഈ ഒരു പ്രളയം, ഈ ഒരു ദുരന്തം ബാധിക്കാത്ത നിരവധി വീടുകളുണ്ട്. ആ വീട്ടിലുള്ളവരൊക്കെ തന്നെ നിരവധി പേർ ക്യാമ്പിലാണ് കഴിയുന്നത്. അവരൊക്കെ ഇനി എന്ത് ചെയ്യും? ഇനി ഇവിടെ വന്ന് എങ്ങനെ താമസിക്കാൻ കഴിയും? കാരണം തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ തങ്ങൾ ഇനി താമസിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവരെ കൂടി പുനരധിവസിപ്പിക്കുന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ദിവസം മന്ത്രിതല ഉപസമിതിക്ക് ശേഷം മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്ന് വൈകിട്ട് നിർണായക യോഗം ചേരുന്നുണ്ട്. ഈ സേനാ വിഭാഗങ്ങളുടെ മേധാവികളുമായി ഇന്ന് മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും, ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ, കാരണം 9ാം ദിവസത്തേക്ക് അടുക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മാത്രം 2 പേരുടെ ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. അത് ചാലിയാർ പുഴയിൽ നിന്ന് മാത്രമാണ്. ഇന്ന് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നടത്തിയ തെരച്ചിലിൽ യാതൊരുവിധ തുമ്പോ അല്ലെങ്കിൽ മറ്റു മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. മുണ്ടക്കൈയാകട്ടെ അല്ലെങ്കിൽ പുഞ്ചിരിമറ്റത്താകട്ടെ അല്ലെങ്കിൽ ചൂരൽമലയിലാകട്ടെ അതല്ല അട്ടമലയിലാകട്ടെ, ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപക തെരച്ചിൽ നടത്തിയിട്ട് പോലും അവിടെ നിന്നും തന്നെ ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചാലിയാർ പുഴയിൽ കേന്ദ്രീകരിച്ച്, ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ച് ആ വെള്ളച്ചാട്ടത്തിന് കീഴിലും പോത്തുകലിന്റെ ഭാഗത്തുമൊക്കെയായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം എത്തിയത്. കാരണം ഒരു 18 പേരടങ്ങിയ സംഘം ഈ ഒരു സൂചിപ്പാറയ്ക്ക് നിന്ന് ഈ മറുവശത്തേക്ക് പോകുന്ന ഭാഗത്ത് നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ്. അവിടേക്ക് ആർക്കും എത്തിപ്പെടാൻ സാധിക്കില്ല. ഒരു കൊക്ക പോലെ, അതായത് റോപ്പ് ഉപയോഗിച്ച് മാത്രമേ അവിടേക്ക് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യൂ. അത്തരത്തിൽ ഇറങ്ങിയ 18 പേർ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് അവരെ ഈ ഒരു SOG ടീമിന്റെയും ഒപ്പം തന്നെ തണ്ടർബോൾട്ടിന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് അവരെ തിരികെ അവിടെ നിന്ന് കരയ്ക്കേക്ക് കയറ്റുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ ഒരു മൃതദേഹം അവർ കണ്ടെത്തിയത്, അത് നമ്മോട് പങ്കുവെച്ച ഒരു കാര്യം പ്രധാനമായി അവർ പറയുന്നത്, ആ മൃതദേഹത്തിന്റെ കാൽപാദം മാത്രമായിരുന്നു അവർ കണ്ടത്. അതിനടിയിലേക്ക് മുകളിൽ ഈ കല്ലുണ്ടായിരുന്നു, ഒപ്പം തന്നെ മരത്തടികൾ അതിന് മുകളിലുണ്ടായിരുന്നു. മണ്ണും വീണ് ഈ മൃതദേഹം പൂർണ്ണമായും അടിയിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥിതിയായിരുന്നു. അത്തരത്തിൽ വളരെ പ്രയാസപ്പെട്ട ഏകദേശം 3.5 മണിക്കൂറോളം എടുത്തിട്ടാണ് ആ ഒരു മൃതദേഹം അവർ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ പിന്നീട് എയർലിഫ്റ്റ് ചെയ്താണ് ആ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും
വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടത്തണം. കൂടുതൽ മൺകൂനകളായി അവിടെ കിടക്കുന്നുണ്ട്, പാറകൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതനുസരിച്ച് കൂടിയാണ് 2 സംഘങ്ങളായി തിരിഞ്ഞ് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ എയർലിഫ്റ്റ് സംവിധാനത്തോടു കൂടി റോപ്പ് കിട്ടി അവിടേക്ക് ഈ വിദഗ്ധ സംഘം ഇറക്കി. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടു കൂടി അവിടെ ഇറങ്ങി ഇന്ന് പരിശോധന നടത്തുന്നത് 6 കിലോമീറ്റർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും ആ മേഖലയിൽ സൂചിപ്പാറ അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്താൻ പോകുന്നത്. എന്തായാലും മുണ്ടക്കയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതായത് അവിടെ ഈ പ്രദേശവാസികളെ എത്തിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വരാൻ കഴിയുന്ന, അതായത് ഇപ്പോഴും പലർക്കും ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു ദുരന്തത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അത്തരത്തിൽ നൊമ്പരം പെടുത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷം, ആ ഒരു കാഴ്ചയിൽ നിന്ന് അവർക്ക് ഇതുവരെയും മുക്തരാവാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമാണുള്ളത്. അതിൽ നിന്ന്